GPT, ജെമിനി, പെർപ്ലെക്സിറ്റി, ക്ലൗഡ്. ആരാണ് ഇവരൊക്കെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി AI ആണ് ഇനി ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നതെന്നും വലിയ വലിയ മാറ്റങ്ങൾ, നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ അപ്പുറത്തേക്കുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്താൻ പോകുന്നു എന്നൊക്കെ ഡെയിലി ബേസിസിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ ഒരു പോഡ്കാസ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 വ്യക്തികളുടെ പോഡ്കാസ്റ്റ് കേട്ടപ്പോൾ അതിൽ അവർ പറഞ്ഞു, ഇത്തരം AI ടൂളുകൾ മനുഷ്യരുടെ കുറെ കഴിവുകൾ ഇല്ലാതാക്കുമെന്നൊക്കെ, അതായത് എഴുതാനുള്ള അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവുകളെ ഇല്ലാതാക്കുമെന്നൊക്കെ. പക്ഷെ ഇത് തന്നെയാണ് കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ വന്നപ്പോഴും നമ്മൾ കേട്ടത്. വാസ്തവത്തിൽ ഇനി അത്തരത്തിലുള്ള പഴയ കഴിവുകൾ നമുക്ക് ആവശ്യമില്ല. നമ്മൾ സാധാരണ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ സൈറ്റുകൾ വരും. എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യം നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. ഈ തപ്പുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കുള്ളതാണ്, നമുക്കിതൊക്കെ ഒരു തളികയിൽ ഇങ്ങനെ എന്താണോ വേണ്ടത് കൃത്യമായിട്ട് തന്നിരുന്നെങ്കിലെന്ന്. ആ ചിന്തയുടെ അല്ലെങ്കിൽ ആ സ്വപ്നത്തിന്റെ ഫലമാണ് വാസ്തവത്തിൽ ഈ AI ടൂളുകൾ. നമ്മുടെ മേഖല ചിലപ്പോൾ എഞ്ചിനീയേഴ്സ് ആവാം, ടീച്ചേഴ്സ് ആവാം, ഷോപ്പ് കീപ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആവാം. ഏത് മേഖലയിലാണെങ്കിലും ഇന്ന് അതിനാവശ്യമായിട്ട് നിങ്ങൾ AI ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല അസല് മണ്ടന്മാരാണ്. കാരണം നമ്മൾ മണിക്കൂറുകൾ എടുത്ത് ചെയ്യുന്ന കാര്യം AI ടൂളുകളുടെ സഹായത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ 10-15 മിനിറ്റിന് ചെയ്തു തീർക്കും. അപ്പോൾ നിങ്ങളുടെ വയസ്സ് ഏതാവട്ടെ, നിങ്ങളുടെ മേഖല ഏതാവട്ടെ, അതിനാവശ്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കും ഈ ലോകത്തിന്റെ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ സാധിക്കും.